എന്നിട്ട് അകത്ത് വെച്ച് അവളും ഇത്രയും ദിവസം ഗേൾഫ്രണ്ടോട് ഒരുമിച്ചാണ് ഇവിടെ താമസിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവർ തമ്മിലുള്ള ബന്ധം അങ്ങനത്തെ അല്ലെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വേറെ റൂമിലാണ് കിടക്കുന്നതെന്ന് പറയും. കൂടാതെ അവൾ വല്ലപ്പോഴേ വന്നിട്ടുള്ളെന്ന് ആ കാര്യം പറഞ്ഞ് അവൾ സമാനപ്പെടുത്തുമ്പോൾ അവളും കുറച്ച് അസൂയപ്പെട്ട് റൂമിലേക്ക് ചെല്ലും. അതിനുശേഷം അവന് ക്ലബ്ബിലേക്ക് ചെന്ന് ഇവ പുതിയതായിട്ട് പിള്ളേർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഫുള്ളും ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വയ്ക്കും. അങ്ങനെ ആ സമയത്താണ് ഇവന്റെ കൂട്ടുകാരന്റെ ഗേൾഫ്രണ്ടാണ് ഫോൺ വിളിച്ചിട്ട് മാജിങ് ഇവിടെ ഒറ്റയ്ക്ക് ബാഡ്മിന്റൺ കളിക്കാൻ വന്നേക്കോന്ന് പറയും. അപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ അടുത്ത സെക്കൻഡ് ചെന്നി അവളെ കാണാൻ വേണ്ടി അവിടേക്ക് ചെല്ലും. ഇതേ സമയം മാജിങ് അവിടെ പോയത് അവള് ടൈം പാസ് ചെയ്യാനൊന്നുമല്ല, ഇവളുടെ ജോലിയുടെ ഒരു ഭാഗമായിട്ട് അവളുടെ ഒരു കൂട്ടുകാരി അവിടെ ചെന്ന് കാണാനാ. അങ്ങനെ അതുകൊണ്ട് അവളോട് ചുമ്മാ സംസാരിക്കുന്നവര് സംസാരിച്ച് അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ വാങ്ങിക്കും. അങ്ങനെ ഇവളിങ്ങനെ സംസാരിച്ച് കുറച്ച് ഇൻഫോർമേഷൻ ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സമയം അവിടേക്ക് ചെന്നി വരുന്നത്. അങ്ങനെ ഇത് കണ്ട് അവളും നിനക്ക് വേണ്ടി എത്ര സമയം വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവൾ ചുമ്മാ കള്ളം പറയുമ്പം ഇവൻ എനിക്ക് വേണ്ടി എപ്പോഴേ വെയിറ്റ് ചെയ്തെന്ന് അവന് നോക്കിക്കൊണ്ടിരിക്കും. അതിനേശം അവളുടെ കൂട്ടുകാരിയും ഇവൾക്ക് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോയ ഉടനെ അവനും ഇപ്പൊ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കും. അപ്പോഴാണ് അവൾ അതിന് ഉത്തരം പറയാതെ നമുക്ക് ചുമ്മാ ഒരു ഗെയിം കളിച്ചാലെന്ന് പറഞ്ഞ് അവന്റെ കൂടെ ടൈം പാസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് അവൾക്ക് ചെറിയ മുറി പറ്റിയ ഉടനെ ഇവനും പേടിച്ചിട്ട് അവന്റെ ക്ലബ്ബിൽ മരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചോണ്ട് അവിടേക്ക് ചെല്ലും. അങ്ങനെ അതിനേശം അവനും ഇവളുടെ കാര്യം മരുന്നിട്ടോണ്ട് ഇവന്റെ ക്ലബ്ബിൽ കണക്കൊക്കെ നോക്കാൻ വേണ്ടി ഇവൾ ജോലിക്ക് നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കും. കാരണം ഇവൾ അതിനു വേണ്ടിയാണ് പഠിച്ചത്. അപ്പോഴാണ് ഇത് കേട്ട് അവളും എങ്കിൽ പിന്നെ അവൾ ഓവർ ടൈം വർക്കൊന്നും ചെയ്യത്തില്ല, കൂടാതെ ശമ്പളമൊക്കെ കറക്റ്റ് ആയിട്ടിരിക്കണമെന്ന് കുറെ കണ്ടീഷനൊക്കെ വയ്ക്കുമ്പം അവൻ അത്രയ്ക്ക് വലിയ ബിസിനസ് ഇന്ന് ഇവിടെയും പോകുന്നില്ല, അതുകൊണ്ട് ഇവൾക്ക് ഇവിടെ ഫുൾ ഫ്രീഡമാന്ന് പറയും. അങ്ങനെ ആ സമയത്താണ് പുറത്ത് ഇവന്റെ പഴയ ബോസിന്റെ വണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ അതോടെ അവനും പേടിച്ചിട്ട് ഇവളെ കണ്ട ഇവൾക്ക് സേഫ്റ്റി കാണത്തില്ലെന്ന് വിചാരിച്ച് അവളിവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അവനും പുറത്തേക്ക് ചെല്ലും. അങ്ങനെ ആ സമയത്താണ് മാജിങ് അവിടുത്തെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവൻ എന്തോ ഒരു ഗുളിക എടുക്കുന്ന അവൾ അറിയാൻ വരും. അങ്ങനെ അത് അവൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ഇവന്റെ ജീവിതത്തിൽ അവൻ കുറെ വേദന ഫേസ് ചെയ്തുകൊണ്ട് അതൊക്കെ മറന്ന് സമാധാനിച്ച് ജീവിക്കാൻ വേണ്ടി ഇവൻ എഴുതി തന്ന ഒരു മരുന്നാന്ന് മനസ്സിലാകും. അങ്ങനെ ആ സമയം തന്നെ പുറത്ത് മറ്റങ്ങേറെ സെക്രട്ടറി ആയിരിക്കും വന്നത്. അങ്ങനെ ഇവനെ കണ്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അവന് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കും. പക്ഷെ അവളാണ് ഈ കാർ ഇപ്പോൾ പുറത്ത് വയ്ക്കുന്നേ ഉള്ളു, അല്ലാതെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ വേറെ കുറെ പ്രശ്നമൊക്കെ ആവുന്ന പറയുമ്പം അവനും ഇവനെ കൊണ്ട് എന്ത് സഹായം വേണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അത് നേരിട്ടൊന്ന് ബോസിനോട് തന്നെ സംസാരിക്കുന്ന പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ തന്നെ അവനും ദേഷ്യത്തി അകത്തേ ചെന്ന് മാജിങ്ങിനോട് അവനൊരു സ്ഥലം വരെ പോകാന്ന് പറഞ്ഞ് ഇവളെ വീട്ടിൽ കൊണ്ടാക്കാൻ അവന്റെ കൂട്ടുകാരൻ വരും പറഞ്ഞിട്ട് പോകും. അങ്ങനെ അതിനുശേഷം ഇവിടെ കൂട്ടുകാരെ അവൾ വിളിക്കാൻ വേണ്ടി വരുമ്പം മാജിങ് അവിടെ കാണത്തില്ല. കാരണം ഇവള് നേരെ ആ കാറിനെ ഫോളോ ചെയ്ത് തന്നെയാ പോയത്. അപ്പോഴാണ് അകത്ത് മറ്റേ ഡിസ്ട്രിക്ട് 7 ബോസും വേറെ ആൾക്കാരായിട്ട് ബിസിനസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ ആ കൂട്ടത്തിൽ ചെന്നിയെ കാണും. അങ്ങനെ അതോടെ അവളും ദേഷ്യത്തി ഇങ്ങേറോടെ ബിസിനസ് ഒക്കെ അവസാനിച്ചെന്ന് പറഞ്ഞതൊക്കെ അപ്പൊ കള്ളമാണെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവനെ ഫോൺ വിളിച്ചിട്ട് മറ്റു വേസ്റ്റ് വർക്കാൻ പോകുന്ന ഫാക്ടറിയിൽ ഇവളുടെ കൈ മുറിഞ്ഞെന്ന് പറഞ്ഞ് അവനെ പെട്ടെന്ന് വരാൻ പറയും. അതോടെ അവൻ മൊത്തത്തിൽ പേടിച്ചു. ഇവളെ ആരും അങ്ങോട്ടേ പോകാൻ പറഞ്ഞെന്ന് അവൻ ഭയങ്കര ധൃതിയിൽ അവരോടൊക്കെ അത്യാവശ്യം ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ഇവൾക്ക് വേണ്ടി അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ അതുകൊണ്ട് അങ്ങേരാണ് ഇവൻ ഇങ്ങനെ പെട്ടെന്ന് പോയതുകൊണ്ട് കുറച്ച് ദേഷ്യത്തിലേക്ക് ഇരിക്കുമ്പം മറ്റവരൊക്കെ നോക്കുന്നുണ്ട്. അങ്ങേര് ചിരിച്ചോണ്ട് എന്തായാലും നമുക്ക് ബിസിനസ് സംസാരിക്കാന്ന് പറഞ്ഞ് അയാൾ ഇവിടെ നിന്ന് ടോപ്പിക്ക് അങ്ങ് മാറ്റും. അതിനുശേഷം ഇവിടെ ചെന്നി നേരെ ആ ഫാക്ടറിയിലേക്ക് ചെന്നിട്ട് മാജിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളെ പെട്ടെന്ന് കണ്ടുടനെ ഇവൾക്ക് കൈക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവൻ മൊത്തത്തിൽ വിഷമിച്ച് ചോദിക്കുമ്പം ഇവളാണ് കൈക്കൊന്നും പറ്റിയില്ല, ഈ വാങ്ങിച്ചെന്ന കമ്മല് കളഞ്ഞു എന്ന് പറയും. അപ്പോഴാണ് അവനും അതിന് ഇവളെന്തിന് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞ് ആ കമ്മല് വാങ്ങി അവൻ വേറെ ഒരെണ്ണം വാങ്ങിച്ചരാന്ന് പറയും. അപ്പോഴാണ് അവളും ഇവനെ സഹായിക്കാൻ താല്പര്യമില്ല, അവൾ ഒറ്റയ്ക്ക് കണ്ടെത്തിക്കോളാന്ന് പറയുമ്പോൾ അവൻ അവളെ തടഞ്ഞിർത്തിയിട്ട് അവനെ അത് അന്വേഷിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവൻ കുറെ കഷ്ടപ്പെട്ട് ആ കമ്മൽ അന്വേഷിക്കുന്നുണ്ട്. അവളും ചെന്നി ആ കമ്മൽ എന്റെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ പറയുമ്പം ഇത് കേട്ട് അവന് വിഷമിച്ചിട്ട് ഇവൾ എന്തുവാ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഇവനെ വെറുപ്പിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കും. അങ്ങനെ അതിനേശം ഈ കാര്യമൊക്കെ ചെന്നിയുടെ കൂട്ടുകാരനെ അറിയാൻ വരുമ്പം അവന് മാജിക് എന്തിനാ ഇവനോട് ദേഷ്യം നിറഞ്ഞ് ഒരേ അവളെ പഠിക്കാൻ വേണ്ടി അങ്ങനെ ഫോഴ്സ് ചെയ്ത് പറഞ്ഞയച്ചുകൊണ്ടാണെങ്കിൽ അവൾ മുമ്പേ പ്രതികാരം ചെയ്തെന്ന് പറയും. പക്ഷെ ഇപ്പൊ ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുവാണ് തീർച്ചയായിട്ടും ഈ ഇടയ്ക്കായിട്ട് ഇവന്റെ ഗേൾഫ്രണ്ട് ടൂരി വീട്ടിൽ പോയതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അവന് കാര്യമൊക്കെ മനസ്സിലാക്കി അപ്പം തന്നെ മാജിനെ പുറത്തേക്ക് കാണാൻ വേണ്ടി വിളിക്കും. അപ്പോഴാണ് അവളും കുറെ ദിവസമായില്ല കണ്ടിട്ടെന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കുമ്പം അവനും ചെന്നിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് ഇവൾ ഇപ്പോഴും പഴയതൊക്കെ ആ ലൈഫിൽ തന്നെ സ്റ്റക്കായി കിടക്കലെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ എക്സാമ്പിൾ ആയിട്ട് ഇവനൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ ആ ബന്ധം നല്ലോണം പോകത്തുണ്ട്, അത് കളഞ്ഞിട്ട് വേറൊരു ചേരുന്ന പെൺകുട്ടിയെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അവള് സന്തോഷിച്ച് ഇവൻ ഓൾ ദ ബെസ്റ്റ് പറയും. അപ്പോഴാണ് അവനും ഓക്കെ താങ്ക് യു, പക്ഷെ ഞാൻ അതിനു വേണ്ടിയല്ല പറഞ്ഞത്, നീ ഇനിയും ചെന്നിയെ വിചാരിച്ച് നിന്റെ ജീവിതം കളയണ്ട, നിനക്കൊരു നല്ല പയ്യനെ കിട്ടും, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അവനും പറയുമ്പോൾ തന്നെ കറക്റ്റ് ആ സമയം അവിടേക്ക് ടൂരി വരും. എന്നിട്ട് മാജിങ്ങും ഞങ്ങൾ ഒരുമിച്ച് ഷോപ്പിങ്ങിന് വന്നിറങ്ങി അവരവിടെ നിന്ന് ഇറങ്ങുമ്പം ഇത് കണ്ട് ഇവ മൊത്തം ഞെട്ടിപ്പോയി. അപ്പം തന്നെ ചെന്നിയെ വിളിച്ച് ആ മാജിങ് ഇപ്പൊ ടൂലിയുടെ ഒരുമിച്ച് കറങ്ങുമെന്നറിഞ്ഞ് ആ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതിനുശേഷം ചെന്നിയാണ് നേരെ അവരെ കാണാൻ വേണ്ടി വരുമ്പം അവന്
ടൂലിയെ ഫോൺ വിളിച്ചിട്ട് അവളിപ്പോൾ എവിടാൻ ചോദിക്കും. അപ്പോഴാണ് അവളും കടയിലാന്ന് കള്ളം പറയുമ്പം ആ സമയം ടൂലിയുടെ കൂട്ടുകാരിയാണ് മാജീനെ കണ്ട് തെറ്റിരിച്ച് ഇവള് ടൂലിക്ക് ഒരു പ്രശ്നമായിട്ട് വരുന്നറിഞ്ഞ് അവളടിച്ചെന്ന് തർക്കിച്ചോണ്ടിരിക്കും. അങ്ങനെ ആ സമയത്ത് ചെന്നി അവിടേക്ക് വന്ന് അവരെയൊക്കെ തടഞ്ഞു നിർത്തുമ്പോൾ പെടുന്ന ടൂലി അവിടേക്ക് വന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവൾ വേറെ ആരും ഒന്നല്ല, ഇത് ചെന്നിയുടെ അനിയത്തിയ എന്നിന് അവള് പരിചയപ്പെടുത്തുമ്പം അവളുമാരെങ്കിൽ പിന്നെ സോറി എന്നറിഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ചെന്നിയും ഇവളപ്പോൾ കടയിലാന്ന് പറഞ്ഞൊക്കെ എന്തോന്ന് ചോദിക്കുമ്പോൾ അവൾക്കും തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ടൂലി യഥാർത്ഥത്തിൽ ചെന്നിയെ സ്നേഹിക്കുവാണ്. പക്ഷെ അവൻ പരസ്പരം ഒരു അഗ്രിമെന്റ് ഇട്ടതുകൊണ്ട് മാത്രം ഇവളുടെ ബോയ് ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം അവളും ചെന്നിയോട് അന്ന് വീട്ടിൽ കയറി ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കിയെന്ന് അവൾ ചുമ്മാ ഡ്രസ്സ് വാങ്ങിച്ചെടുത്ത് സോറി അറിയാൻ വേണ്ടി അന്നേന്ന് പറയുമ്പോൾ ഇവനും പെട്ടെന്ന് ദേഷ്യത്തി ടൂലി നമ്മൾ സത്യത്തിൽ ലവേഴ്സ് ഒന്നുമല്ല, നമ്മൾ പുറത്ത് കപ്പിൾസാന്ന് കാണിച്ച് പരസ്പരം സഹായിക്കുന്ന അത്രേ ഉള്ളൂ, അതുകൊണ്ട് മേലെ നീ മാജിനെ ശല്യപ്പെടുത്തല്ലേ എന്നിന് അവൻ പറഞ്ഞിട്ട് അങ്ങ് പോകും. എന്നിട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് അവനും ഇനി ആ ടൂലി ഇവളെ കാണാൻ വരത്തില്ല, അതേപോലെ ഇവളും ചെന്ന് കാണണമെന്ന് പറയുമ്പം മാജിങ് ആണ് അതെന്തോ പറ്റിയെന്ന് പറഞ്ഞ് ഇവളോട് അത്രയ്ക്ക് സ്നേഹമാണെന്ന് ചോദിച്ചോണ്ട് അവൾ ആക്കിയ രീതി അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസമാണ് മാജിങ് വർക്ക് ചെയ്യുന്ന കമ്പനി എന്തോന്ന് കാണിക്കും. അങ്ങനെ അവള് വേറെ കുറെ ബിസിനസ് കമ്പനിയുടെ കണക്കൊക്കെ നോക്കുന്ന ഒരു ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവര് കണക്ക് നോക്കാൻ വന്നേക്കുന്ന ഡിസ്ട്രിക്ട് 7 ബോസ് ആയിരുന്ന അങ്ങേറെ കമ്പനിയിലേക്ക് അയാളിപ്പോ വിദേശത്തേക്കും എല്ലാ സ്ഥലത്തേക്കും ഓരോ സാധനങ്ങൾ ഡെലിവറി ചെയ്തോണ്ടിരിക്കുക. പക്ഷെ ഇതിന്റെ ഇടയിൽ തന്നെ കുറെ തട്ടിപ്പ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കറക്റ്റ് ആയിട്ടാണോ പോകുന്നതെന്ന് അന്വേഷിക്കാൻ വേണ്ടി മാജിങ് അവിടുത്തെ ഫാക്ടറിയിലേക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതറിയാൻ വരുന്ന ചെന്നിയാണ് അവളോർത്ത് വിഷമിച്ചിട്ട് അവളെ ചെന്ന് തടഞ്ഞു നിർത്താൻ നോക്കും. കാരണം ഇവൾ എന്ത് ജോലി ചെയ്യുന്നതെന്ന് അവൻ അറിയത്തില്ല. പക്ഷെ ഇവളിങ്ങനെ ഈ ഫാക്ടറി ചെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്ന അങ്ങേര് ഇവളെ വെറുതെ വിടത്തില്ലെന്ന് മനസ്സിലാക്കി അവളെ സുരക്ഷിതാക്കാൻ നോക്കുമ്പോൾ അവളാണ് ചുമ്മാ ഇവിടെ ജോലി അന്വേഷിക്കാൻ വേണ്ടി അന്നേന്ന് പറഞ്ഞ് അവനോട് കള്ളം പറയും. അതിനുശേഷം ചെന്നിയും അവൻ അന്ന് ഇവളെ കാണാൻ പോയപ്പോൾ മഴ നനഞ്ഞുകൊണ്ട് ഇവ പനി പിടിച്ചിരിക്കുക. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന അവളും അവന് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയിട്ട് ഈ പനി അവൾ കാരണം വന്നില്ലെന്ന് പറഞ്ഞ് അവൾ ഇവനോട് കുറെ കെയറിങ് കാണിക്കുമ്പോൾ അവനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവൾ സത്യത്തിൽ ഇന്ന് ആ ഫാക്ടറി ചെന്നത് ജോലി അന്വേഷിക്കാൻ വേണ്ടിയാണ് ചോദിക്കും. അപ്പോഴാണ് അവളും പിന്നല്ലാതെ ഞാനിപ്പോൾ അവളൊരു ജോലി ഒപ്പിച്ച്, കൂടാതെ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് എപ്പോഴും പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നിന് അവൾ പറയുമ്പോൾ തന്നെ അവനും വിശ്വസിച്ചിട്ട് എങ്കിൽ പിന്നെ ഇനി ഇവന്റെ കൂടെ ക്ലബ്ബിൽ വരണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവളെ രക്ഷപ്പെട്ടെന്ന് പറയും. അപ്പോഴാണ് അവളും അതെന്തോ നീ അങ്ങനെ പറയുന്നത്, ഞാനൊരിക്കലും നിന്റെ ക്ലബ്ബ് കുറഞ്ഞായിട്ട് നോക്കിയിട്ടില്ല, നിന്റെ കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ ആ ജോലി നോക്കിക്കൊണ്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ നീയല്ലേ എന്നെ പറ്റിച്ച് എന്നെ പറഞ്ഞയച്ച എന്നിന് അവളും പറഞ്ഞിട്ട് പോകുമ്പം ഇവൻ അടുത്തേക്ക് വന്ന് അവളെ ഹഗ് ചെയ്യും. എന്നിട്ട് അടുത്ത ദിവസം ചെന്നിയും ഇവൾക്ക് പുതിയതായിട്ട് ജോലി കിട്ടുന്ന അവൻ വിചാരിച്ചോണ്ട് പുറത്തേക്ക് അവളെ വിളിച്ചോണ്ട് ഒരു നല്ല ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ നോക്കും. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫും ഇവൻ ഇട്ടേക്കുന്ന പോലെ സെയിം ഷൂ ഒരെണ്ണുണ്ടെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ മാച്ച് ആവുന്ന പറയുമ്പം മാജിങ്ങിന് അത് ഇട്ട് വെക്കാൻ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇവനാണ് ചെറിയ ഷൈനസോടെ അവൻ അതൊക്കെ വേണമെന്ന് പറഞ്ഞ് ഇതൊക്കെ ചീപ്പ് സാധനമെന്ന് അറിയും. അപ്പോഴാണ് അവളും ഇവൻ അതേ ഷൂ അല്ല ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെന്തോ ചോദിക്കുമ്പം അവൻ ഇതിട്ട ഇവൾക്കൊട്ടും ചേരുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും ചേരുന്നില്ലെന്നാണോ അല്ലെ രണ്ടുപേർ തമ്മിൽ ഇങ്ങനെ ഇടുന്ന ആരെങ്കിലും കണ്ട തെറ്റിരിക്കുന്നു വിചാരിച്ചാണോന്ന് പറഞ്ഞിട്ട് അവസാനം അവൻ അത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവള് വേറെ പുതിയ ചെരുപ്പ് വാങ്ങിച്ചിടും. എന്നിട്ട് ഇവരും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവള് മഴയത്ത് ഇറങ്ങിയ ഈ ചെരുപ്പ് നശിച്ചോ എന്ന് പറയുമ്പം ഇവന് നശിച്ചു പോയ വേറെ പുതിയ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് ഇവളെ വരാൻ പറയും. പക്ഷെ അവളാണ് ഇപ്പൊ വാങ്ങിച്ചേ ഉള്ളു, കൂടാതെ ഇവനല്ലേ വാങ്ങിച്ചതെന്ന് പറഞ്ഞ് അവൾ വരുന്നില്ലെന്ന് പറയുമ്പം അവന് പിന്നെ എന്തോ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്തേക്ക് ചെല്ലും. അതോടെ അടുത്ത സെക്കൻഡ് അവൾ ഇവനെ പൊക്കിയെടുത്തോണ്ട് പോകാൻ പറയുമ്പം അവനും പറ്റത്തില്ല, വേറെ ഒരെണ്ണം വാങ്ങിച്ചു തരാന്ന് പറയും. അതുകൊണ്ട് തന്നെ അവളും ദേഷ്യത്തി ആ മഴയത്തിറങ്ങി അവളെ ചെരുപ്പിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവൻ ഓടി അടുത്തേക്ക് വന്നിട്ട് ഞാൻ തന്നെ പൊക്കിയെടുത്തോണ്ട് പോകാന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് അവിടെ നോക്കുമ്പം അവൾക്ക് സന്തോഷമാകും. അങ്ങനെ അതിനുശേഷം ചെന്നൈയുടെ പഴയ ബോസ് ആ സംഗ്ബിൻ ആണ് ഇപ്പൊ ഇവനെ കാണാൻ വേണ്ടി വിളിക്കും. അങ്ങനെ അയാൾ ഡെലിവറി പണി എന്ന് പറഞ്ഞ് കുറെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അയാൾ ചെയ്യുന്ന ലീഗലായിട്ടുള്ള ബിസിനസ്സാന്ന് പറഞ്ഞ് ഇപ്പൊ കമ്പനി നല്ല രീതിക്ക് പോകുന്നുണ്ട്. ചെന്നി ഇവിടെ ജോലിക്ക് നിർത്താൻ നോക്കുമ്പോൾ അവനും അത്രയ്ക്കും പൈസയുടെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് അവൻ ഈ ജോലി വേണ്ടെന്ന് പറയും. കാരണം ചെന്നൈക്ക് അറിയാം ഇങ്ങേര് എന്തായാലും ലീഗലായിട്ടൊന്നും ബിസിനസ് നടത്തത്തില്ല, ഇവനും ചേർന്ന് 8ന്റെ പണി കിട്ടത്തേ ഉള്ളെന്ന്. പക്ഷെ അയാൾക്കാണ് ഇവന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഇവനെ പോലെ ഒരാൾ തന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഡെലിവറിയൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടോന്ന് ഇവൻ വേണം നിന്ന് നോക്കണം എന്ന് പറയുമ്പം അവൻ അവസാനം വരെ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവോയ്ഡ് ചെയ്തിട്ട് അങ്ങ് പോകും. ഇതേ സമയം നമുക്കൊരു പുതിയ ക്യാരക്ടറിനെ കാണിക്കുവാണ്. ഇവന്റെ പേര് സെന്യെ. നമ്മൾ ഇതിനു മുമ്പ് മീറ്റിയോർ ഗാർഡനെ കണ്ടിട്ടുണ്ട്, അതായത് F4 ചൈനയിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ അവനാണ് സത്യം പറഞ്ഞ മാജിങ്ങിന്റെ ബോസ്. ഇതേ സമയം ചെന്നി രാത്രി മാജിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പം അവളാണ് പുറത്ത് കൂടെ ജോലി നേരടൊക്കെ ഡിന്നർ അയച്ചിട്ട് വരും. ഇത് കണ്ടിട്ട് അവനും ഇത്രയും പേരൊക്കെ ഇവളുടെ കമ്പനി വർക്ക് ചെയ്യണം ചോദിക്കുമ്പോൾ അവൾ പകുതി പേര് ഇവളിപ്പോ പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്ന ആ കമ്പനിയിലെ ആൾക്കാരാന്ന് പറയും. അതായത് സംഗ്ബിന്റെ
കമ്പനി ജോലി ചെയ്യുന്ന ആൾക്കാരാണത്. പക്ഷെ ചെന്നിക്ക് ആ കാര്യം ഒന്നും അറിയത്തില്ല. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ടൂലിയാണ് അവൾ പുതിയ കട സെറ്റപ്പ് ചെയ്ത് വെച്ച് അതിന്റെ ഓപ്പണിംഗ് സെലിബ്രേഷൻ വെക്കുമ്പോൾ അവിടേക്ക് ചെന്നി ഇൻവൈറ്റ് ചെയ്താണ്. അതുകൊണ്ട് അവൾ അടുത്തേക്ക് വന്ന് ഇവനെ ഒന്ന് റിബൺ കട്ട് ചെയ്യാൻ പറയുമ്പോൾ അവൻ ഇവളുടെ കടയ്ക്ക് എന്തിനാ അവനെ കട്ട് ചെയ്യാൻ വിളിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഈ കട നല്ലോണം പോകുന്നത് ഇവൻ കാരണമല്ലേന്ന് പറഞ്ഞ് ഇവൻ വന്ന് കട്ട് ചെയ്താൽ അവൾക്ക് സന്തോഷമുള്ളെന്ന് പറയുമ്പോൾ അവന് വിളിച്ചോണ്ട് മാത്രം വന്ന് അല്ല റിബൺ കട്ട് ചെയ്യാനെന്നല്ല വന്നേന്ന് പറയും. അങ്ങനെ ആ സമയത്താണ് അവിടേക്ക് മാജിങ് വരുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൻ അവളെ ചെന്ന് റിബൺ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് മാജിന്റെ അടുത്ത് നിന്ന് നിൽക്കുമ്പോൾ ഇവളും കട ഓർക്കുന്നത് ഇവളുടെ മുഖത്തല്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ചുമ്മാ അങ്ങോട്ടേക്ക് നോക്കിയതാ ഇവളെ നോക്കിയതില്ലെന്ന് അവനും കള്ളം പറയും. അങ്ങനെ അതിനുശേഷം ചെന്നി ടൂലിയും വിളിച്ചോണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കും. നീ ഇപ്പൊ പുതിയ കടയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്രശ്നമില്ലാതെ പോകുവാണല്ലോ, അതുകൊണ്ട് ഇനി നമ്മൾ കപ്പിൾസ് ആയിട്ട് ആക്ട് ചെയ്യണമെന്നില്ല എന്നിന് അവൻ പറയും. അവളും എന്നും പറഞ്ഞ് ഈ കട ഓപ്പൺ ചെയ്തേ ഉള്ളൂ, ഇനി പരസ്പരം നമുക്ക് സഹായിക്കാൻ ആവശ്യമൊക്കെ വരത്തില്ലെന്ന് പറഞ്ഞ് അതിനുമ്പേ നാടകമൊക്കെ നിർത്തണമെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇത് കാരണം തന്നെ മാജിങ്ങിന് സങ്കടം വരില്ലെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ ഇതൊക്കെ നിർത്താന്ന് പറഞ്ഞിട്ട് പോകും. അതിനുശേഷം ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ചെന്നിയും അവ അഴുക്കു തുണിയൊക്കെ കഴുകാൻ വേണ്ടി എടുക്കുമ്പോഴാണ് അതിനകത്ത് ഇവളുടെ കമ്പനിയുടെ ID കാർഡ് കാണുന്ന അവളിപ്പോ പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്ന ആ സംബിങ്ങിന്റെ കമ്പനിയിലാണെന്ന്. അങ്ങനെ അതുകൊണ്ട് അവന് ഷോക്കായി പോകുമ്പോൾ അവിടേക്ക് വരുന്ന മാജിങ്ങും ഇവൻ കുറെ സമയത്ത് അവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ അവളെ തിരിഞ്ഞു നോക്കിയിട്ട് ഒന്നില്ലെന്ന് പറഞ്ഞ് ഇവന് മൊത്തത്തിൽ അങ്ങ് ടെൻഷനാകും. കാരണം അയാളുടെ കമ്പനി ഇവൾ വർക്ക് ചെയ്യേണ്ടെന്ന് അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവൻ കഴിക്കുന്ന സമയത്ത് ഇവൾ എന്തിനാ ഈ കമ്പനി ചെന്ന് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവിടെ ഓവർ ടൈം വർക്കൊക്കെ തരുമെന്ന് പറയുമ്പോൾ അവൾ ഇപ്പോൾ ജോലിക്ക് ചേർന്നല്ലേ ഉള്ളു, അതിനുമുമ്പ് ജോലി കളയാൻ ഇവളെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവൻ ഇവളോർത്ത് വിഷമിച്ചിട്ട് എന്നും പറഞ്ഞ് ഈ ഡീസന്റ് ഇല്ലാത്ത ജോബൊക്കെ നിനക്ക് വേണം, ഇവന്മാരുടെ കമ്പനിയൊന്നും കൊള്ളത്തില്ല, നിനക്ക് വേറെ കുറെ ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും എങ്കിൽ പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ, എനിക്ക് ഇവിടുത്തെ ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ നിർത്തിയിട്ട് നിന്റെ കൂടെ ക്ലബ്ബിൽ വരാൻ പോരെ എന്നിന് അവൾ പറഞ്ഞിട്ട് പോയാലും ഇവന്റെ മനസ്സ് ഇപ്പോഴും ഇവളോർത്താണ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇവളവിടെ ജോലി ചെയ്യുന്നവരെ ആ സംബീം പറഞ്ഞു കേട്ട് ജോലിക്ക് ചേർന്നോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ മറ്റേ പോലീസ് ഇൻസ്പെക്ടറിനെ കാണിക്കുക. അങ്ങനെ അയാളുടെ ഭാര്യയാണ് ഇപ്പൊ മരിച്ചുപോയി. പക്ഷെ എന്നിരുന്നാലും ഇൻസ്പെക്ടർ എപ്പോഴും അവരെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ചെന്നിയാണ് മാജിങ് സത്യത്തിൽ അവിടെ എന്തോ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അവ മറ്റേ സംബിങ്ങിന്റെ സെക്രട്ടറിയെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അവളും ബോസ് പറഞ്ഞിട്ട് ഇവൻ കമ്പനി ചേരാൻ തയ്യാറായെന്ന് ചോദിക്കുമ്പോൾ ഇവനാണ് അതിനു വേണ്ടിയല്ലേ വിളിച്ച് ഈയിടയ്ക്കായിട്ട് ഇവരുടെ കമ്പനിയിൽ നിന്നെല്ലാം ആൾക്കാർ ജോലിക്ക് എടുക്കുന്നുണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളും നമ്മുടെ കമ്പനിയിൽ നിന്ന് അങ്ങനെ ഇപ്പൊ ആരും ജോലിക്ക് എടുക്കുന്നില്ല, പക്ഷെ പുറത്തുനിന്ന് വേറൊരു കമ്പനി നമ്മുടെ കമ്പനിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അവര് നമ്മുടെ കമ്പനിയുടെ കണക്കൊക്കെ നോക്കുന്ന ടീംസാ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നിന് അവൾ പറയുമ്പോൾ അവനും എങ്കിൽ പിന്നെ മാജിങ് ആ കണക്കെടുക്കുന്ന ടീമിലാണോ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവന് ചെറുതായിട്ട് മനസ്സിലാകും. അതിനുശേഷം അന്ന് രാത്രി മാജിങ്ങും അവളുടെ കമ്പനി ജോലി ചെയ്യുന്ന ആൾക്കാരായിട്ട് പുറത്ത് ടീം ഡിന്നറിന് പോകുമ്പോൾ അവളെയാണ് തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോകാൻ വേണ്ടി ചെന്നൈയെ വിളിച്ച് വരാൻ വേണ്ടി പറയും. അങ്ങനെ ആ സമയത്താണ് അവിടെ കുറിച്ച് റൗഡി ആൾക്കാരൊക്കെ ഇവൾ അന്വേഷിച്ച് നടക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവൾ മേടിച്ചിട്ട് പെട്ടെന്ന് ഇവനെ പോലീസിന് വിളിക്കാൻ പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവൻ മൊത്തത്തിൽ അങ്ങ് ടെൻഷനാകും. അങ്ങനെ ആ സമയത്ത് അവന്മാരൊക്കെ ഇവളെ കണ്ടിട്ട് ഇവൾ അന്വേഷിച്ച് നമ്മൾ വന്നേന്ന് പറഞ്ഞ് അപ്പം തന്നെ എല്ലാവരും ഇവളെ ഓടിക്കുമ്പോൾ അവൾ മേടിച്ച് അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. അങ്ങനെ ആ സമയത്താണ് ചെന്നി ഇവളെ ഫോൺ വിളിച്ചിട്ട് ഇവളിപ്പോൾ എവിടെ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അവൾ ആ ഹോട്ടലിന്റെ ബാക്ക് സൈഡ് കാറൊക്കെ നിർത്തി വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ അവിടെ ഉള്ളതെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൾ രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഓടി വന്നോണ്ടിരിക്കും. പെട്ടെന്ന് അവിടേക്ക് ചെന്നിയാണ് കാറുമായിട്ട് വന്ന് ഇവന്മാരെ കിടിച്ചിടും. അതിനുശേഷം അവനും ഇവളെ വന്ന് വണ്ടി ഇരിക്കാൻ പറഞ്ഞിട്ട് അവളെ സുരക്ഷിതാക്കുമ്പോൾ ഇവിടെ അവന്മാരൊക്കെ വെപ്പൺസ് ആയിട്ട് ഇവൻ അടിച്ചിടാൻ വേണ്ടി പോകും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവന്മാർ തമ്മി മൊത്തത്തിൽ ഫൈറ്റ് ആകുമ്പം ഇതൊക്കെ മാജിങ് അകത്തിരുന്ന് പേടിച്ച് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം അവനും കഷ്ടപ്പെട്ട് അവരെ കടിച്ചിട്ടിട്ട് ഇവളുടെ അടുത്ത് വരാൻ നോക്കുമ്പോഴാണ് അതേസമയം തന്നെ അവളുടെ അടുത്ത് മാജിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇവൾ ഓരോ കമ്പനിയുടെ കണക്ക് നോക്കുമെന്ന് പറഞ്ഞ് ഇവന്മാരുടെ ബിസിനസ്സിന് ശല്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞ് അവളെ ഇപ്പൊ കൊല്ലാൻ വേണ്ടി പോകുമ്പം ഇത് കാണുന്ന ചെന്നിയാണ് അപ്പം തന്നെ ഓടിച്ചെന്ന് അവൻ അടിച്ചിട്ടിട്ട് ഇവന്മാരെയൊക്കെ ആരെ പറഞ്ഞയച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ആരാന്ന് പറയത്തില്ലെന്ന് അവന് മിണ്ടായിരിക്കുമ്പോ തന്നെ ചെന്നിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവളെ കൊല്ലാൻ പറഞ്ഞയച്ച ആളിന് നീ പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടെ തന്നെ മരിച്ചോ എന്ന് അവനും കുറെ പേടിപ്പിച്ച് നോക്കുമ്പം മറ്റവനാണ് അവനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് വേറെ കമ്പനിയിലെ ബോസ് ഇവരെ പറഞ്ഞയച്ചെന്ന് പറയും. അങ്ങനെ ഇവരെന്താ കമ്പനി കണക്ക് നോക്കിയതുകൊണ്ട് അയാളുടെ തട്ടിപ്പൊക്കെ മനസ്സിലാക്കി കുറെ പ്രശ്നമായെന്ന് പറഞ്ഞ് അത് കാരണം പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇവളെ കൊല്ലാൻ പറഞ്ഞയച്ചെന്ന് പറയും. അല്ലാതെ ഇവർക്ക് ഇവളായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറയുമ്പോൾ ചെന്നി നല്ല ദേഷ്യത്തി അവളെ കൊല്ലാറായെന്ന് പറഞ്ഞ് അവൻ അടിച്ചിട്ട് തന്നെ ഇവനെ കൊല്ലാൻ പോകും. അപ്പോഴാണ് ഇത് കണ്ടോണ്ടിരിക്കുന്ന മാജിയും പേടിച്ച് ഓടിച്ചെന്ന് അവനെ തടഞ്ഞിർത്തി അവനൊന്നും ചെയ്യല്ലേ ചെന്നി എന്ന് പറഞ്ഞ് സമാനപ്പെടുത്താൻ നോക്കും. കാരണം ഇപ്പൊ ഇവന് ദേഷ്യം വന്ന് ഇതിനുമ്പ് 2 വർഷം അവൻ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ മൊത്തത്തിൽ വെപ്രാളത്തിൽ
വെള്ളത്തിലാകുമ്പോൾ തന്നെ ഇവൾ ഒന്നില്ലെന്ന് പറഞ്ഞ് അവൻ ആശ്വാസപ്പെടുത്തും. അങ്ങനെ അതുകൊണ്ട് അടുത്ത സെക്കൻഡ് അവന് സമാധാനമായിട്ട് ഇവൻ കാണിച്ചുണ്ട് ഇവളിപ്പോൾ മൊത്തത്തിൽ പേടിച്ചോയില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇവൻ ആദ്യം സമാനപ്പെടാൻ പറയും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനേശം എന്തൊക്കെ സമയക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.